അവരുടെ കണ്ണിൽ നമുക്കൊക്കെയും ഭ്രാന്തെന്നും തോന്നുന്ന ഒരു ജീവിതമാണ്. കണ്ണൂർ, കാസർഗോഡ് ഭാഗങ്ങളിലാണ് അദ്ദേഹം ഉണ്ടായിരുന്നത്. നമ്മൾ അയ്യപ്പനും ബാബരും പറഞ്ഞു, മീരയും ഉസ്താദ് ഫത്തേ അലി ഖാനും പറഞ്ഞു. അതിൻ്റെ വേറൊരു വശമാണ് നാരായണ ഗുരുവും ഇച്ചമസ്ഥാനും. നാരായണ ഗുരു കണ്ണൂരിൽ പോയപ്പോൾ ഇച്ചമസ്ഥാൻ ഗുരുവിനെ കാത്തു നിന്നു. അങ്ങനെ കുറെ കഴിഞ്ഞപ്പോൾ ഗുരു ഇങ്ങനെ വന്നപ്പോൾ ഗുരു ചൊല്ലിയത് നോക്കൂ, തിരൂരിലെ പാട്ടാണ്. അധ്യാത്മരാമായണത്തിലെ തുഞ്ചത്തെഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണത്തിലെ വരിയാണ് നാരായണ ഗുരു അപ്പൊ ചൊല്ലിയത്. ഒന്നായ നിന്നെ ഇഹ രണ്ടെന്നു കണ്ടളവിൽ ഉണ്ടായൊരിണ്ടൽ പദമിണ്ടാവതല്ല മമ. പണ്ടേ കണക്കെ വരുവാൻ നിൻ കൃപാവലികൾ ഉണ്ടാകെങ്കിൽ ഇഹ നാരായണായ നമഃ. അപ്പൊ ഇച്ചമസ്ഥാൻ ഒന്നായ നായൻ തിരു ഒന്നൊന്നുറപ്പതിലെ ഒന്നല്ല രണ്ടല്ലടി ഓംകാര ചക്രമലർ ഹൂഹു കുളമ്പടിയിൽ ഒന്നൊന്നിനുള്ള ധനമാ. ഹൂ എന്നത് ഉള്ളിനെ കുറിക്കുന്ന ഏക യാഥാർത്ഥ്യത്തെ കുറിക്കുന്ന ഒരു മന്ത്രമെങ്കിൽ ആ ഓ എന്നതിൻ്റെ സ്വരൂപമായ ഓം വേറൊരു ട്രഡീഷനിലെ ഏക യാഥാർത്ഥ്യത്തെ കുറിക്കുന്ന മന്ത്രമാണ്. അപ്പൊ ഗുരുവിനോട് ഇച്ച പറയാണ്, ഓംകാര ചക്രമലർ ഹൂഹുക്കുളമ്പടിയിൽ ഒന്നൊന്നിനുള്ള ധനമാ എന്ന്. ഓരോ മനുഷ്യരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ധനങ്ങളാണ് എന്ന് ആലോചിക്കുന്ന ഒരു കാലത്തെ അവരെത്ര സുന്ദരമായാണ് പ്രതീക്ഷിച്ചിട്ടുണ്ടാവുക. ഗുരു പോയപ്പോൾ ഇച്ചമസ്ഥാൻ പറഞ്ഞു, ഞാൻ ഇന്ന് ഒരു മനുഷ്യനെ കണ്ടു. നമുക്ക് ഇച്ചയുടെ ഒരു പാട്ട് പാടാം. ഓരോ മനുഷ്യന്റെ ഉള്ളിലും ദിവ്യപ്രണയം എന്ന ആ ഒരു സുന്ദരി ഒളിഞ്ഞു കിടക്കുന്നു. നേരത്തെ നമ്മുടെ ഗോപികമാരുടെ കുറിച്ച് പറഞ്ഞല്ലോ, ഇതേപോലെ ഇഷ്കെന്ന ആ സൗന്ദര്യം ഓരോരുത്തരുടെ ഉള്ളിലുമുണ്ട്. നമ്മൾ അതിനെ ഒന്ന് കണ്ടറിഞ്ഞ് നട്ടു വളർത്തിയാൽ മാത്രം മതി. താനോലം പാടുന്ന തങ്കച്ചി തങ്കച്ചിപ്പെണ്ണിനെ തഴുകിക്കോ നമ്പിയേ നമ്പിക്കൊണ്ടേ താമരത്തോട്ടത്തിൽ തായാരെ കണ്ടിട്ട് താമസം കൂടാതെ ചൊല്ലിടേ നീ താമരത്തോട്ടത്തിൽ തായാരെ കണ്ടിട്ട് താമസം കൂടാതെ ചൊല്ലിടേ നീ.
ജ്ഞാനസുന്ദരിയുടെ കൂടെ ആകാൻ മാത്രം ഹിദ്രത്തിൽ ശുദ്ധനാകുന്നു മനുഷ്യൻ. ഓരോ മനുഷ്യരും ശുദ്ധ പ്രകൃതത്തിൽ ജനിക്കുന്നുവെന്ന് പ്രവാചകൻ പറയുകയുണ്ടായി. പക്ഷേ മനുഷ്യനെ ഏത് സമയവും ഈ ദിവ്യ പ്രണയത്തിൽ നിന്ന് അകറ്റുന്നത് ധനമോഹമാണ്. ആ ഒരൊറ്റ വരിയാണ് ചെയ്യുന്നത്. ആരാണ് പുതുമക്കാരൻ? അധ്യാത്മദർശനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ പറയുന്നത്. ചില ആളുകൾക്ക് കുറച്ച് സമയം ഒരു ധ്യാനത്തിലുമൊക്കെ ഇരിക്കുമ്പോൾ ഞാൻ എന്തോ ഒരു വലിയ സംഭവമായി തോന്നും. പ്രത്യേകിച്ച് അവരുടെ അടുത്തേക്ക് കുറച്ച് ഭക്തജനങ്ങളും കൂടി എത്താൻ തുടങ്ങിയാൽ അത് പിന്നെ വലിയ ബിസിനസ്സായി, ഞാൻ ഏതൊക്കെയോ വലിയ ഉന്നതമായ മണ്ഡലത്തിലെത്തി എന്ന മൂഢവിചാരത്തിലാകും. അതിൽ നിന്നൊക്കെ പുറത്തിറങ്ങി പുറത്തേക്ക് നടക്കണം. ഈ ഞാനെന്നതിൽ നിന്നും, ഞാനെന്ന അഹങ്കാരത്തിൽ നിന്നും നീ പുറത്തു പോകുവോളം നിനക്ക് യാഥാർത്ഥ്യത്തെ അറിയാൻ സാധ്യമല്ല. അതിനാണ് പുറപ്പെട്ടു പോവുക എന്നത്. ഉള്ളിൽ നിന്നും ഈ ഞാൻ പോയേ തീരും. ലാ യുബയ്യുനക തൗഹീദക ഹത്ത ഇദാ ഖറജ്ത അൻക എന്നാണ് സൂഫികൾ അത്. നീ നിന്നിൽ നിന്ന് പുറപ്പെട്ടു പോകുവോളം നിനക്ക് യാഥാർത്ഥ്യത്തെ അറിയാൻ സാധ്യമേ അല്ല. അപ്പൊ നിന്നിൽ നിന്ന് പുറപ്പെട്ടു പോകണം.